ഇന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാം. അതിനുവേണ്ടി 1 കപ്പ് വൻപയർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 നേന്ത്രക്കായ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ കായ ഒന്ന് ചതുരത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്ത് വെച്ച പയർ അല്പം വെള്ളം ഒഴിച്ചിടാം. അതിലേക്ക് അരിഞ്ഞു വെച്ച കായയും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയും കൂടിയാണിത്. ഇനി അരപ്പിന് വേണ്ട സാധനങ്ങൾ: 1 മുറി തേങ്ങ ചിരകിയത്, നല്ല എരിവുള്ള 2 പച്ചമുളക്, 4-5 ചുവന്നുള്ളി. ഇത്രയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പയറും കായൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഗ്രേവി കുറവായതുകൊണ്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചു അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം അധികം നേരം തിളയ്ക്കണ്ട. അരപ്പൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് വന്നു. ഉപ്പ് കുറച്ചുകൂടെ വേണ്ടതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം കടുക് വറുത്ത് ചേർക്കണം. ഒരു ചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളി മൂപ്പിച്ചിടുന്നതാണ്. ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ചേർക്കുമ്പം ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കും. ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് താളിപ്പ് റെഡിയാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്